ആഭിചാരമുള്ളതാണോ? ആഭിചാരം ഉള്ളത് തന്നെയാണ്. ദൈവത്തിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു മറുപുറം ആണ് മറുപുറമാണ്. മറുപുറം. അതെ. അപ്പൊ എതിർശക്തി ഇപ്പൊ നമ്മൾ എല്ലാം അസൂയയുടെ ബേസിലാണ് വരുന്നത്. അപ്പൊ അവരെ നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഫോട്ടോസാണ്. അത് ടോട്ടലി ഈ വ്യക്തിയെ ഇല്ലാതാക്കുക. മുഖത്ത് ഇപ്പൊ കണ്ണിന്റെ അടിയിൽ കറുപ്പുണ്ടാവുക, മുഖത്തൊരു തേജസ്സില്ലാതിരിക്കുക. തേജസ്സില്ലാതെ നമുക്കൊരു ഊർജ്ജമൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു മരവിച്ച പോലെയുള്ളൊരു ഇത്, കറുത്ത നായ നമ്മളെ പിന്നെ ഓടിച്ചിടുന്നത് പോലെ തോന്നുക, ഞെട്ടി കൂവിയൊക്കെ എഴുന്നേൽക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നോക്കണം. ചിലർക്ക് വെറുതെ പൊട്ടിയൊലിക്കും, ഇങ്ങനെ സ്കിന്നിലാണ് ഇതിന്റെ അടയാളം വരും. നമ്മളിപ്പോ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേക്കോലമായി അത് തന്നെ എന്ന് പറയും. നമ്മൾ ജ്യോതിഷവശാൽ കണ്ടുപിടിച്ചാൽ അതിന് സൊല്യൂഷൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. കണ്ടുപിടിക്കാൻ വൈകി പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിന്റെ വഴികളിൽ വെളിച്ചം നൽകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ആത്മീയ ജ്യോതിഷയാത്രയിലേക്ക് സ്വാഗതം. ജ്യോതിഷിയായ ജ്യോതി സത്യൻ മാഡമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. മാഡം നമസ്കാരം. നൂറ്റാണ്ടുകളായി നമുക്ക് വിശ്വാസവും അല്ലെങ്കിൽ ചിലർ അന്ധവിശ്വാസമാണെന്നും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ് ആഭിചാരം. ഇത് ഒരു ദുഷ്ടശക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണെന്ന് ചിലർ പറയുമ്പോൾ ഇതൊരു അന്ധവിശ്വാസമാണെന്ന് ചിലർ പറയാറുണ്ട്. സത്യത്തിൽ ആഭിചാരം ഉള്ളതാണോ? ആഭിചാരം ഉള്ളത് തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ നല്ല അമ്പലങ്ങളും ദൈവത്തിലൊക്കെ നമ്മൾ വിശ്വസിക്കുന്നില്ലേ. അപ്പം ഇപ്പം ആ ഗ്രന്ഥങ്ങളിൽ തന്നെ അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെയുള്ള പല കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ദൈവത്തോടൊപ്പം തന്നെ നമ്മൾ ഇതുപോലുള്ള ശക്തികൾ, പിശാചുക്കൾ, അതുപോലെ തന്നെ ദുർമന്ത്രങ്ങൾ വെച്ചിട്ട് ആവാഹിക്കപ്പെടുന്ന ഈ മരിച്ചുപോയ ആത്മാക്കൾ, അവർ പല രീതിയിലാകുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് സംഗതികളോടൊപ്പം തന്നെ ദൈവത്തിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത് അതിനൊരു മറുപുറം ആണ്. കാരണം ഇത് രണ്ടും നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ അതിനെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് ഇല്ലേ. ദൈവികമായ ചൈതന്യം നമ്മളിലേക്ക് വരുന്നതും നമ്മൾ പോസിറ്റീവായിട്ട് പല കാര്യങ്ങളും നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു പള്ളിയിൽ പോകുമ്പോഴാണെങ്കിലും നമ്മൾ അമ്പലത്തിൽ പോകുമ്പോഴാണെങ്കിലും നമുക്കൊരു ഉണ്ടാകുന്ന ആ ഒരു മാനസികമായിട്ടുണ്ടാകുന്ന ഉന്മേഷം, അതൊക്കെ എന്താ അവിടെ നിന്ന് കിട്ടുന്ന ചൈതന്യമല്ലേ. ഇതേപോലെ തന്നെ ഇതിനൊരു ഓപ്പോസിറ്റ് സൈഡുണ്ട്. അവിടെ വേറെ ശക്തികളാണെന്ന് മാത്രമേ ഉള്ളൂ. ആ ശക്തികൾ ഇവർക്ക് എതിരാണ്. ഇവരുടെ എനർജിയിൽ നിന്നും ഓപ്പോസിറ്റിന് എതിരാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ദൈവികമായ ആ ശക്തികൾ അല്ലെങ്കിൽ ദൈവം ഒരിക്കലും ഇവരുമായിട്ട് ഇന്റർഫിയർ ചെയ്യുന്നില്ല. അവരവരുടെ പാതയിൽ പോകുന്നു. ഇവര് ദൈവികമായ കാര്യങ്ങൾ അങ്ങനെയും പോകുന്നു പരസ്പരം. അതായത് ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഒരു നെഗറ്റീവ് ഉള്ള പോലെ തന്നെ ഒരു പോസിറ്റീവും ഉണ്ട്. അതാണ്. അപ്പൊ അത് ഉണ്ട് എന്നുള്ളത് നമ്മൾ പോസിറ്റീവ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത്. ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഈ ശക്തികളൊന്നും ഞങ്ങൾക്ക് അങ്ങനെ വരില്ല, അതുകൊണ്ട് അതല്ല, അല്ലെങ്കിൽ അങ്ങനെ വരാത്ത കൂട്ടരാണ് ഞങ്ങളെന്ന് ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജ്യോതിഷപരമായിട്ടൊക്കെ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് ആഭിചാരം ഏറ്റിട്ടുണ്ടാവും. പക്ഷെ നമ്മളത് പറയുമ്പോൾ അവർ പറയില്ല, ഞങ്ങൾ സ്ഥിരമായിട്ട് പള്ളിയിൽ പോകുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്ന ആൾക്കാരാണ്, സ്ഥിരമായിട്ട് നിസ്കരിക്കുന്നവരാണ്, അതുകൊണ്ട് നമുക്കത് വരില്ല എന്ന് പറയും. പക്ഷെ നമ്മളത് നോക്കുമ്പോൾ കറക്റ്റായിട്ട് അവിടെ വന്ന് കിടക്കണം എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് അമ്പലത്തിൽ പോവുക അല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ പോകുക എന്നൊക്കെ പറയുന്നത് നല്ല കാര്യങ്ങളാണ്. പക്ഷെ ഈ അതിനുണ്ടാവുന്ന ഒരു പവർ ഉണ്ടല്ലോ. നമ്മളിപ്പോൾ പള്ളിയിൽ പോയിട്ട് ഫുൾ ടൈം നമ്മളിങ്ങനെ പള്ളിയിലെ കാര്യങ്ങൾ അത് മുഴുവനും ഒന്നും അല്ല, നമ്മൾ അതിനിടയിൽ എന്തെല്ലാം മനസ്സ് വ്യാപരിച്ചിട്ടുണ്ടാവും അല്ലേ. മുമ്പിലിരിക്കുന്ന ആളിനെ കാണുമ്പോൾ ഒന്ന് കൈ കാണിക്കുകയോ ഒന്ന് സംസാരിക്കുക. അപ്പൊ നമ്മൾ ആ ഒരു പോസിറ്റീവ്നെസ് അങ്ങനെ നമ്മൾ ഈ പറയണ ഉദ്ദേശിച്ച അത്രയൊന്നും നമ്മളിലേക്ക് ആവാഹിച്ച് കൊണ്ടുപോരാനൊന്നും എല്ലാ ഞായറാഴ്ച നിർത്താൻ പറ്റില്ല. നമ്മളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് നിർത്താനായിട്ട് നമുക്ക് സാധിക്കില്ല ഒരു പരിധിവരെ. ഇന്നത്തെ അത് യോഗികളോ അല്ലെങ്കിൽ അതുപോലെ പവറുള്ള ആൾക്കാർക്കേ നടക്കുള്ളൂ. അപ്പൊ നമ്മളിലേക്ക് വരുന്ന ആ ദൈവിക ചൈതന്യത്തെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മളിൽ നിലനിർത്താനായിട്ട് നമുക്ക് എത്രത്തോളം ശക്തി ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ അറിയുന്നില്ല. നമ്മൾ സ്ഥിരം അമ്പലത്തിൽ പോകുന്നു അല്ലെങ്കിൽ സ്ഥിരം നമ്മൾ ഇത് ചെയ്യുന്നു അത് ചെയ്യുന്നു നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മളിലേക്ക് അത് എത്രത്തോളം സംഭരിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ എതിർശക്തി ഇപ്പൊ നമ്മൾ എല്ലാം അസൂയയുടെ ബേസിലാണ് വരുന്നത്. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ വരുമ്പോൾ അടുത്ത് നിൽക്കുന്ന ഒരാൾ, നമ്മൾ രണ്ടാളും ഒരേപോലെ ആണല്ലോ പോയത്, എന്നിട്ട് ഇപ്പൊ അവള് കുറച്ചും കൂടി എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നു, നല്ല സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകുന്നു, ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായി എനിക്കുണ്ടാകുന്ന ഒരു
ഒരു വിഷമം ഉണ്ടല്ലോ, ആ വിഷമാണ് മിക്കവാറും അത് അതെ അതെ ഈ അത് വീട് വെക്കുന്നു, കാറ് തീർച്ചയായിട്ടും വാങ്ങുന്നു. അതെ നമ്മൾ അതെ. ഒന്നിച്ചു പോയിട്ടുള്ളവരായിരിക്കാം, ചിലപ്പോൾ ഒന്നിച്ച് പഠിച്ചിട്ടുള്ളവരായിരിക്കും. അവളേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മാർക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ടാകാം, ഉം. റാങ്ക് എനിക്ക് കൂടുതലായിട്ടുണ്ടാകും, ചിലപ്പോൾ ഉം. പൊട്ടയായിട്ട് കിടന്നതായിരിക്കും. എന്നാൽ പോലും പിന്നീട് വരുമ്പോൾ ഭയങ്കര രീതിയിൽ അയാൾ രക്ഷപ്പെടുന്നതായിട്ട് കാണുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ഒരു സങ്കടം വരും. ആ ഉം. ഉം. സങ്കടമാണ് പിന്നീട് അത് ചിലരതിനെ വേറൊരു ആംഗിളിൽ കാണും, ചിലർക്ക് അതൊട്ടും പറ്റില്ല. അതെ അപ്പം അതെ. അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള അവനെ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തറ വെട്ടിക്കണം എന്ന് താഴോട്ടിറക്കണം, തോന്നും. താഴോട്ടിറക്കണം, അങ്ങനെ പോകണ്ട ആ മുങ്ങി ആ. എന്നൊരു ചിന്ത വരുന്നിടത്താണ് നമ്മൾ ദുഷ്ടശക്തികളെ കൂട്ടുപിടിക്കുന്നത്. ഉം. 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 അപ്പം ഈ ദുഷ്ടശക്തികൾക്ക് മായിട്ടുള്ള ശക്തികൾക്ക് ഭയങ്കര പവറായിരിക്കും. ഉം. എപ്പോഴും നെഗറ്റീവിനാണ് കൂടുതൽ പവർ പവർ വരുന്നത്. കൂടുതൽ. അവരെ ആ. പ്രസാദപ്പെടുത്താൻ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മന്ത്രശക്തികളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് പവർഫുള്ളായിട്ട് നിൽക്കും. ഉം. ഉം. ശക്തി കുറഞ്ഞു പോകില്ല അവര്. അതെ. ഓരോ ദിവസം ചെല്ലുമ്പോഴും അതിന്റെ ശക്തി കൂടി 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 വരുന്ന രീതിയിലായിരിക്കും ഉം. ഉം. ഇവര് ഇതിനെ ഉപയോഗിക്കുന്നത്. ഉം. ഉം. അപ്പൊ തീർച്ചയായിട്ടും പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവായിട്ടുള്ള ശക്തികൾ വെച്ചിട്ട് നമുക്ക് ആരാണോ ഉദ്ദേശിക്കുന്ന ആളെ തറപറ്റിക്കുക എന്നുള്ള രീതിയിൽ മന്ത്രങ്ങളും തന്ത്രങ്ങളും അതിൽ എഴുതി തകിടുകൾ ഏലസുകൾ അങ്ങനെയാക്കി മന്ത്രങ്ങൾ എഴുതി ഉപാസനാ ദേവതകളെ അവരെ കൊണ്ട് ഈ ശക്തികളെ ആവാഹിച്ച് തകിടുകളിലെ കുടിയിരുത്തി അത് നമ്മളെ എവിടെയാണോ ഉള്ളത് അവിടെ കൊണ്ടുപോയി കുഴിച്ചിടുക, ഉം. ഉം. അയാൾ നടക്കുന്ന സ്ഥലത്തിടുക, ഉം. അല്ലെങ്കിൽ അയാളുടെ ഉം. കോമ്പൗണ്ടിൽ ഇടുക. മുടിയിൽ അത് ചെയ്യുക, ഇപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെ നഖത്തില്. നമുക്കിനി ആ. കിട്ടിയില്ല എന്ന് വിചാരിക്കുക, അയാളെ കളത്തിലിരുത്താൻ പറ്റാതെ വരുന്ന സാഹചര്യത്തിൽ നമ്മളുടെ എനർജി എടുക്കാൻ വേണ്ടിയിട്ടാണ് നഖം, മുടി, പല്ല്, അല്ലെ ഉം. ഏതെങ്കിലും ഒരു ഭാഗം DNA അതെ അതെ. ആ. ആ സംഭവം എടുത്തിട്ട് ഫോട്ടോ. ഉം. ഇപ്പോൾ വിദേശത്തൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ നേരിട്ട് അവരെ കാണാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ അവരെ നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഫോട്ടോസാണ്. ഉം. ഉം. ആ ഫോട്ടോയിൽ അയാളുടെ എനർജി ഉണ്ടല്ലോ, അതെ. അപ്പം അത് പേര് നക്ഷത്രമൊക്കെ വെച്ചിട്ട് തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഉം. അപ്പം അതിൻ്റെ ഫലങ്ങളൊക്കെ ആ അനുഭവിക്കുന്നവനാണ് അതിൻ്റെ വിഷമം അറിയുന്നത്. പറയുന്നവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഉം. 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 പക്ഷേ ആ അനുഭവിക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് ആ കെട്ടുബന്ധത്തിൽ നിന്ന് വിട്ടുപോകുന്നവരെ അവരിങ്ങനെ പമ്പരം കറങ്ങുന്ന പോലെ കറക്കും. ഒരു ഉയർച്ചയില്ലാതെ, അല്ലെങ്കിൽ ഉം. ചിലരാണെങ്കിൽ അസുഖങ്ങൾ ബാധിക്കും, ഉം. ഉം. അസ്വസ്ഥതകൾ ഇതൊക്കെ അതിന്റെ ഉണ്ടാകും. ലക്ഷണങ്ങളാണ്. ആണ് തീർച്ചയായിട്ടും കലഹങ്ങളുണ്ടാകും. മൈൻഡ് ഒരിടത്തും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരും. നമ്മൾ എവിടെയാണോ സക്സസ് ആയത് ആ ഫീൽഡിന് നമ്മൾ തന്നെ ഭയപ്പെടും. ഉം. ഉം. അതായത് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ നമുക്കൊരു പേടി. ഇപ്പോൾ നമ്മളിപ്പോൾ എലിസബത്തിനാണ് അങ്ങനെ വന്നിരുന്നെങ്കിൽ നല്ലൊരു ആങ്കറാണ്, അല്ലെങ്കിൽ നല്ലൊരു പെർഫോം ചെയ്യുന്ന രീതികളൊക്കെ വളരെ അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നതാണ്, വളരെ കോൺഫിഡൻസോടുകൂടി ചെയ്ത ജോലിയാണെങ്കിൽ അവിടെ നമ്മളൊന്ന് ആ ജോലിക്ക് ഇറങ്ങാൻ നമുക്ക് പറ്റാതെ വരിക. പറ്റാതെ വരും. ഉം. ചിലപ്പോൾ നമ്മൾ അതുപോലെ ഭയം, കോൺഫിഡൻസ് നഷ്ടപ്പെടും. ആ, അതുപോലെ അലസത, ക്ഷീണം, ക്ഷീണം, ഉറക്കം കിട്ടാത്ത അവസ്ഥ. ഉറക്കം കിട്ടാത്ത കാരണം പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണും. നന്നായി ഉറങ്ങിക്കൊണ്ടിരുന്ന ആള് പെട്ടെന്ന് ഒരു ദിവസം ഉറങ്ങാൻ പറ്റാത്ത, അത് എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട്, ഇന്ന സാഹചര്യം എന്നില്ല, എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് മനസ്സമാധാനത്തോടു കൂടി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അതുപോലെ പെട്ടെന്നുള്ള പണനഷ്ടം. സാമ്പത്തികമാണ് തീർച്ചയായിട്ടും. സാമ്പത്തികത്തിലാണ് ഒരാളെ ഏറ്റവും വേഗം തകർക്കാൻ പറ്റുന്നത്. സമ്പത്തില്ലാതെ വരുമ്പോൾ പിന്നെ അയാളെ പിന്നെ എല്ലാം വന്നു പെട്ടോളും. ബന്ധങ്ങളിലെ വിള്ളലുകളായാലും കലഹമായാലും എല്ലാം ഒരു സ്റ്റേബിളായിട്ട് നിർത്തുന്നത് മണിയാണല്ലോ. അതെ. അപ്പം സാമ്പത്തികമായിട്ട് ആദ്യം ഇങ്ങനെ ചെയ്യുന്നവരെല്ലാം സാമ്പത്തിക ഭദ്രതയാണ് ആദ്യം കൈവയ്ക്കുക. അപ്പൊ ഈ പറയുന്ന ഉറക്കം നഷ്ടപ്പെടും, മനസ്സമാധാനം പോകും, ഇതെല്ലാം പോകും. ജോലി, അതെ. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ടാകുക. സാമ്പത്തികം നമ്മളെ പിടിച്ചു നിർത്താനില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ ചീട്ടുകെട്ടാരം പോലെ തകർന്ന് താഴോട്ട് വീഴും. അപ്പം എപ്പോഴും പിടിമുറുക്കുന്ന അവിടെയാണ്. പിന്നെ ഇതേപോലെ തന്നെ ആഭിചാരം മന്ത്രങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ആ വ്യക്തിയെ തകർത്തു കഴിഞ്ഞാൽ പിന്നെയും ഇതൊക്കെ സ്ലോ പ്രോസസ്സായിട്ടാണ് വരണത്. ഇതിപ്പോൾ കൊണ്ടുവരുന്നത് വളരെ സ്ലോ ആയിട്ട് വന്നാണ് അതിൽ തന്നെ പെടുന്നതാണ് കൈവശമൊക്കെ. ഇതുപോലെ പണം പെട്ടെന്ന് നമ്മുടെ നഷ്ടപ്പെടുക, പണം നിലനിർത്താൻ പറ്റാതെ വരിക. അതായത് നമുക്കൊരു സോഴ്സ് ഉണ്ടാവും, പക്ഷെ എന്നാലും അത് നിലനിർത്തി നമുക്കൊരു കയ്യിൽ നിന്ന് ചോർന്ന് പോയിക്കൊണ്ടിരിക്കും. അയാൾ നന്നാവരുത്. അതെ അതെ. അതാണ് ആ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നവരും ഉണ്ട്, ചെയ്യിക്കാൻ വേണ്ടി വരുന്നവരും. അങ്ങനെ ചെയ്യുന്ന താന്ത്രികന്മാരെ പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന് പറയുന്നവരും ഒക്കെ ധാരാളം ഉണ്ട്. ഇതൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ എനിക്ക് ഒരു ചെറിയ അറിവ് കിട്ടിയതാണ്, കുടുംബത്തിലുണ്ടാവുന്ന അല്ലെങ്കിൽ ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന കലഹങ്ങൾ വളരെ കാമായിട്ടുള്ള ആളായിരിക്കും, പക്ഷെ അയാൾ ഒരു സുപ്രഭാതത്തിൽ തൊട്ട് ഭയങ്കര വഴക്കാളിയായി മാറുക, അയാള് വഴക്ക് ഉണ്ടാക്കുക, ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ വരിക, ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുക, കലഹങ്ങൾ ഉണ്ടാകുക.
പിന്നെ മാനസിക സ്വസ്ഥത ഇല്ലാതെ വരിക. അതായത് അത്രയും നാളും സന്തുഷ്ട കുടുംബം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഈ കലഹങ്ങളും പ്രശ്നങ്ങളും പരസ്പരം എന്താണ് മനസ്സിലാകാനാവാതെ എന്താണ് അതെ, ഇയാൾ പറയുന്നതെന്ന് ഇത്രയും നാളും കണ്ട മുഖമല്ല വേറൊരാൾ ഭാര്യ അത്ര എന്തു പറ്റി എന്നുള്ളൊരു അങ്കലാപ്പിലേക്ക് പോകുന്നു. ഉറക്കക്കുറവ് നടക്കുന്നു, എന്തും പറയാൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് അകാരണമായിട്ട് ചൂടാകുന്നു, അതെ, അതെ. ചിലപ്പോൾ അടിയും വഴക്കുകളിലേക്ക് പോകുന്നു. നമ്മൾ സ്നേഹിതന്മാരായിട്ട് കഴിഞ്ഞ പല ആളുകളെയും ഇയാൾ സംശയദൃഷ്ടിയോടെ നോക്കുന്നു, ആ ബന്ധങ്ങൾ വിട്ടുപോകുന്നു. അതെ. അതുപോലെ ബോസുമായിട്ടാണെങ്കിൽ ഇപ്പോൾ ജോലി സ്ഥലത്താണെങ്കിൽ അധികാര സ്ഥാനത്തിലിരിക്കുന്ന ആൾക്കാരുമായിട്ട് നമുക്ക് അകൽച്ച വരുന്നു, അവർ നമ്മളെ വെറുക്കുന്നു. ഇങ്ങനെ പല കാര്യങ്ങളും അതായത് ടോട്ടലി ഈ വ്യക്തിയെ ഇല്ലാതാക്കുക. അതുപോലെ ഈ നമുക്ക് ലക്ഷണങ്ങൾ വരുമല്ലോ, അതായത് നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന ഇപ്പൊ ആഭിചാരം ഏറ്റിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ലക്ഷണങ്ങൾ കാണിക്കുമല്ലോ. കാണും. മുഖത്ത് ഇപ്പൊ കണ്ണിന്റെ അടിയിൽ കറുപ്പുണ്ടാവുക, മുഖം മുഖത്തൊരു ഒരു തേജസ്സില്ലാതിരിക്കുക. തേജസ്സില്ലാതെ, നമുക്കൊരു ഊർജ്ജമൊന്നും ഇല്ലാതെ, ഇങ്ങനെ ഒരു മരവിച്ച പോലെയുള്ളൊരു ഇത്, മനസ്സിനൊരു അങ്കലാപ്പായിരിക്കും. അപ്പൊ നമുക്ക് എപ്പോഴും ഭീതി വരും, ഒരാളെയും ഫേസ് ചെയ്യാനായിട്ട് നമുക്ക് ധൈര്യം ഉണ്ടാവില്ല. അപ്പൊ എപ്പോഴും നമ്മളെ ഉൾവലിഞ്ഞു പോവുക, ലക്ഷ്യസ്ഥാനത്തെത്തി. ഇപ്പൊ നമ്മൾ രണ്ടാളും കൂടി ഇന്ന സ്ഥലത്ത് പോകാനാന്ന് പറഞ്ഞ് ഇറങ്ങിയാൽ തന്നെ ഇയാൾ കുറച്ച് കഴിയുമ്പോൾ ഇല്ല എനിക്ക് വയ്യ, ഞാൻ എന്തോ ഒരു ഇതുപോലെ ഞാൻ ഒന്ന് തിരിച്ചു പോട്ടെ, ഒന്ന് കിടക്കണം, അതെ അതെ അങ്ങനെ പറഞ്ഞിട്ട്. അതുപോലെ എന്നോട് മുമ്പ് ഒരാൾ പറഞ്ഞതാണ്, അതുപോലെ ഒരു ഏറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിലേക്കോ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലേക്കോ പോവാൻ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾക്കൊരു തടസ്സം വരും, നമ്മൾ തിരിച്ചു കയറേണ്ടി വരും. അതുപോലെ സ്ഥിരമായിട്ട് പിന്നെ ഈ നിലവിളക്കൊക്കെ കത്തിച്ച് നന്നായി പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ അതിനോടൊക്കെ ഒരു വിരക്തി തോന്നും, അവിടെ ഒന്നും വേണ്ട എന്നുള്ളൊരു തോന്നൽ തോന്നും, ഇരുട്ടിനോട് കൂടുതൽ താല്പര്യം തോന്നും, അതുപോലെ ഏകാന്തതയോട് ഇഷ്ടം തോന്നും. അപ്പൊ ഒരു കുടുംബസ്ഥനായിട്ട് നിൽക്കുന്ന ആള് ഇരുട്ടിനോടും ഏകാന്തതയോടൊക്കെ ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ആ ജീവിതം എന്താവും, പങ്കാളിയിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മള് ശ്രദ്ധിക്കണം. അത് അടിക്കടി നമുക്ക് ഉറങ്ങാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സുഖം, ഏറ്റവും വലിയ കാര്യം. എന്നാലാണ് നമുക്ക് മനസ്സമാധാനം ഉണ്ടാകുക. ഇപ്പൊ തുടക്കത്തിൽ നമ്മളിങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മളിങ്ങനെ മേളിൽ നിന്ന് താഴോട്ട് പതിക്കുന്ന പോലെ വരിക, അതുപോലെ പിന്നെ പട്ടി കറുത്ത നായ നമ്മളെ പിന്നെ ഓടിച്ചിടുന്നത് പോലെ തോന്നുക, അങ്ങനെയൊക്കെ കുറേ അസ്വസ്ഥരായിട്ട് ഞെട്ടി കൂവിയൊക്കെ എഴുന്നേൽക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നോക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആഭിചാരമാണോ, അതിനോടൊപ്പം തന്നെ സാമ്പത്തികമായ ബന്ധങ്ങളിൽ വിള്ളലുകളുണ്ടോ, നമ്മളെ ബോഡിയിൽ മാറ്റങ്ങൾ. ചിലർക്ക് വെറുതെ പൊട്ടിയൊലിക്കും, ഇങ്ങനെ സ്കിന്നിലാണ് ഇതിന്റെ അടയാളം വരും. അപ്പൊ വെറുതെ ചൊറിഞ്ഞു വരിക, അതിനകത്തുനിന്ന് വെള്ളം വരിക, പിന്നെ അത് ദേഹം മുഴുവനാകുക. പിന്നെ എവിടെ പോയി ഏത് വലിയ വിദഗ്ധരായിട്ടുള്ള സ്കിൻ ഡിസീസിനും മാറാവ്യാധിയൊന്നുമില്ല, ഇത് ഞാൻ മാറ്റിത്തരാന്ന് പറയുന്ന എത്ര വലിയ വിദഗ്ധർ നോക്കിയാലും അത് മാറില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള, അതുപോലെ തലയിലാണെങ്കിലും ഒക്കെ ചൊറിച്ചിലുകൾ, ആകമാനം ചൊറിച്ചില്, അങ്ങനെയൊക്കെ അലർജിയാണെന്ന് നമ്മൾ വിചാരിക്കും. ആ അലർജി പിന്നെ അതും കഴിഞ്ഞ് വേറൊരു ലെവലിലോട്ടെത്തും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉറക്കമില്ലായ്ക, സ്കിന്നിൽ വ്യത്യാസം വരിക, ആഹാരത്തോട് മടി തോന്നുക, ആഹാരം ഒന്നും ഇഷ്ടമില്ല അവർക്ക്, ആഹാരം കഴിക്കണമെന്ന് ആഗ്രഹമില്ല, അതുപോലെ ശരീരം മെലിഞ്ഞു ആഹാരം കഴിക്കുന്നില്ലല്ലോ, വേണ്ടതൊന്നുമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ തീർച്ചയായിട്ടും ഒരൊറ്റപ്പെടലുകള്, ആളല്ല സമൂഹത്തിന് വേണ്ടിയിരുന്ന ഒരാള് സമൂഹത്തിൽ നിന്ന് അകന്നുപോയി ഏകാന്തതയിലേക്ക് പോയി ഒരു മാനസിക വിഭ്രാന്തിയിലേക്ക് എത്തുക. നമ്മളിപ്പോ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേക്കോല അത് തന്നെ, അത് അങ്ങനെ വരുത്തിയെടുക്കും. അപ്പൊ ഇതിനൊക്കെ നമുക്ക് പ്രതിവിധി ചെയ്യാൻ പറ്റുന്നതാണ്. തീർച്ചയായിട്ടും പ്രതിവിധികളുണ്ട്. ഇതിപ്പോ ഏത് രീതിയിലാണ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ നോക്കാം. പലതരം ആഭിചാരങ്ങളുണ്ട്. അപ്പൊ പല മൂർത്തികളെ വെച്ച് ചെയ്തിട്ടുള്ളതുണ്ടാകും. ചിലത് ഇപ്പൊ അറബിക് അങ്ങനെ അങ്ങനെ ആ രീതിയിൽ ചെയ്യുന്നതുണ്ടാകാം. ചിലത് നമ്മൾ ഈ പറയുന്ന എന്താണ് മാരണം പോലുള്ള ഭയങ്കരമായിട്ടുള്ള പരിപാടി ചെയ്യുന്നവരുണ്ട്. ചിലത് ലൈറ്റ് ആയിരിക്കും, ചെറിയൊരു അസൂയ കുസുമ്പോ ഒക്കെ വെച്ചിട്ട് ചിലത് ഒന്നൊരു പണി കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് ഏത് ലെവലിലാണ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് അറിഞ്ഞു വേണം നമ്മളതിന്റെ ഇത് ഡയഗ്നൈസ് ചെയ്തിട്ട് വേണം നമ്മളത് ചികിത്സിക്കാൻ. അപ്പൊ അതുപോലെ പാവയിലൊക്കെ ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്ത് ഒത്തിരി പ്രയോഗമൊക്കെ ചെയ്തിട്ട് അത് കൊണ്ടിടുക. അപ്പൊ ഓരോ ഭാഗങ്ങളിലേക്ക് ആണി കുത്തിയിറക്കുക. അപ്പൊ അങ്ങനെ പല പ്രയോഗങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പൊ ഏതാണ് ചെയ്തിരിക്കുന്നതെന്നും എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
അതായത് ജ്യോതിഷവശാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ചിട്ടാണ് അത് അതിനുള്ള പ്രതിവിധികൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണം അത്. അതായത് ഇപ്പൊ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വ്യക്തിയെ നമ്മൾ മന്ത്രതന്ത്രങ്ങൾ ഉപയോഗിച്ച് ഒരു പരിധിവരെ പറ്റുള്ളൂ. അയാളുടെ ഉള്ളിലിരിക്കുന്ന സംഭവത്തെ നമ്മൾ ഛർദ്ദിച്ചോ അല്ലെങ്കിൽ പുറത്ത് ഏതെങ്കിലും രീതിയിൽ കളഞ്ഞാൽ മാത്രമേ അത് പൂർണ്ണമായിട്ട് പോവുള്ളൂ. അന്ന് അങ്ങനെ ശരീരം ശുദ്ധി ചെയ്തതിന് ശേഷം ഇതെന്താന്ന് പറഞ്ഞാല് ശരിക്കും കൊടുക്കുന്ന സംഗതികള് വിഷായിരിക്കും, കൃത്രിമമായിട്ടുണ്ടാക്കില്ലെങ്കിൽ ഈ വളരെ മോശപ്പെട്ട സംഗതികൾ, ഈ പല്ലിക്കാഷ്ടം അതുപോലുള്ള സാധനങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ കൈവിഷം. അപ്പൊ ആ വിഷങ്ങളിലേക്ക് പിന്നെ മന്ത്രവും കൂടി ജപിക്കും. അപ്പൊ ഇന്ന വ്യക്തി എന്താണോ ഉദ്ദേശം ആ മന്ത്രങ്ങളും കൂടി ജപിച്ചിട്ടാണ് ഉള്ളിലേക്ക് കൊടുക്കുന്നത്. നമ്മളിപ്പോ സ്നേഹത്തിലല്ലേ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചിലതൊക്കെ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡ്രിങ്ക്സിലൊക്കെ ഇട്ട് അറിയില്ല, ഇത് പൊടി രൂപത്തിലൊക്കെ ആണെങ്കിൽ അറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ഈ ഒരു അംശം ഉണ്ടല്ലോ, ഈ അംശം നമ്മുടെ ആമാശയത്തിൽ പറ്റിപ്പിടിച്ചിരിക്കും എന്നാണ് വിശ്വാസം. അപ്പൊ അത് ദഹിച്ചു പോകില്ല. ദഹിക്കാതിരിക്കാനാണ് അതിന്റെ ഗൂഢമന്ത്രങ്ങൾ ചൊല്ലി അതിനെ ആ ഭക്ഷണ സാധനത്തിന് ആ രീതിയിലാക്കിയിട്ട് ഈ മന്ത്രതന്ത്രങ്ങളോടുകൂടി ഇത് അവിടെ നിൽക്കും. അപ്പൊ അവിടെ നിന്നുകൊണ്ടാണ് ഇയാളെ ഇത് തകർക്കുന്നത്. അപ്പൊ എന്നാണോ ഇത് അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നത് അന്ന് ആണ് ബോഡി ശുദ്ധീകരിക്കുകയുള്ളൂ. അത് അതിന് ബോഡിയെ ആദ്യം ഇത് നമ്മൾ ഛർദ്ദിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ വയറിളക്കിയോ അങ്ങനെയൊക്കെ പല രീതിയുണ്ട്, ആയുർവേദ മാർഗങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ തിരുവിഴയിലുള്ള നമുക്ക് ആ മൂർത്തിയെ ഭഗവാനെ മറക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള അമ്പലമാണ്. ഒരു ഒളിവും തെളിവും ഒന്നുമില്ല, ഒരു കുഴപ്പവും ഇല്ല. നമുക്ക് പോയാൽ അവിടെ കാണാം കാര്യം എന്താന്നുള്ളത്. എത്രയോ ആൾക്കാർ എത്ര വിശ്വാസപൂർവ്വം വരുന്നു, അവർക്കുള്ള അനുഭവങ്ങൾ ഒക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അവിടെ ഇത് തന്നെയാണ്, ഛർദ്ദിക്കുമ്പോൾ ഈ പറഞ്ഞ വ്യക്തി തലേദിവസം വരെ തലേദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയോ അല്ലെങ്കിൽ രണ്ടാഴ്ചയോ 2 മാസമോ വരെ നമ്മൾ ഈ പറഞ്ഞ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. പക്ഷെ ആ ഒരു ഭക്ഷണമായിരിക്കും ചിലപ്പോൾ അവിടെ ഛർദ്ദിച്ചു വരുന്നത്. അപ്പൊ അത് ആ മന്ത്രങ്ങൾ വെച്ചിട്ട് അതിനെ ആമാശയത്തിൽ തന്നെ നിർത്തുകയാണ്. അപ്പൊ ഈ നമ്മുടെ ഈ ആഭിചാരം എന്ന് പറയുന്ന കാര്യം നമ്മൾ ജ്യോതിഷവശാൽ കണ്ടുപിടിച്ചാൽ അതിന് സൊല്യൂഷൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. കണ്ടുപിടിക്കാൻ വൈകി പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം എന്താ പറയുക, ഒരാളിപ്പോൾ നമ്മളുടെ കുട്ടി തന്നെ വിചാരിക്കുക, കോളേജിൽ പോയിക്കൊണ്ടിരുന്നതാണ്, പെട്ടെന്ന് അവൻ എല്ലാ കൂട്ടുകെട്ടുകളൊക്കെ മതിയാക്കി പോരുന്നു. പിന്നെ നമ്മളോട് എന്തെങ്കിലും ചോദിച്ചാൽ നമ്മളെ തിന്നാൻ വരുന്നു. ഇതൊക്കെ നമ്മൾ അഹങ്കാരം കൊണ്ടാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്. ഇപ്പൊ ഭാര്യയും ഭർത്താവുകയാണെങ്കിൽ വിചാരിക്കും എന്നെ ഇപ്പൊ കണ്ടുകൂടാ, വേറെ ഏതെങ്കിലും റിലേഷൻ ഉണ്ടാവുമായിരിക്കുമെന്ന് ആദ്യമൊക്കെ നമ്മൾ അങ്ങനെ വിചാരിക്കും. കാരണം വളരെ സ്നേഹമായിട്ട് പെരുമാറിയ ഒരു വ്യക്തി പിന്നെ നമ്മൾ ഭാര്യ എന്ത് പറഞ്ഞാലും ഈ ഒരു മൈൻഡില്ല, അല്ലെങ്കിൽ നമ്മളോട് കലഹം, പിന്നെ ജോലിക്ക് പോകാൻ മടി, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും. ചിലപ്പോൾ അയാൾ എപ്പോഴും ഇങ്ങനെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുമായിരിക്കും. അയാൾക്കൊന്നും ചെയ്യാൻ തോന്നാത്തത് കൊണ്ടായിരിക്കും. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ആ സ്ത്രീ വിചാരിക്കുന്നത് ഇയാൾക്ക് വേറെ എന്തെങ്കിലും ഒരു അഫയർ ഉണ്ടാകാം. അങ്ങനെ അതിന്റെ പുറകെയൊക്കെ ചിന്തിച്ച് നടക്കും. അല്ലെങ്കിൽ നമ്മൾ കുട്ടികളാണെങ്കിൽ അഹങ്കാരം മൂത്തിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിലൊക്കെ. അപ്പം നമ്മൾ യഥാർത്ഥ സോഴ്സ് കണ്ടെത്തുന്നത് എപ്പോഴും അവരുടെ ജീവിതത്തിന്റെ ഒരു ലൈഫ് സ്പാൻ കഴിഞ്ഞതിന് ശേഷമൊക്കെ ആയിരിക്കും. അപ്പോൾ അവരുടെ പഠനം കഴിയേണ്ട സമയമായിരിക്കാം, അല്ലെങ്കിൽ കരിയറിലൊരു ഡെവലപ്മെന്റ് ഉണ്ടാകേണ്ട ഒരു സമയമൊക്കെ വെറുതെ പോയിട്ടുണ്ടാകാം. അത് ഈ എതിർ ഭാഗത്തുള്ള ആൾ കണ്ട് ആസ്വദിച്ചിട്ടും ഉണ്ടാകാം. കാരണം അയാൾക്കറിയാലോ. അപ്പൊ ഇതാണ് സാധാരണ നടക്കുന്നത്. നേരത്തെ തന്നെ അറിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാം. അതിനെ ഒഴിവാക്കാനുള്ള മാർഗങ്ങളും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളെ. അതിനാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ നമ്മുടെ കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ, ആയിക്കോട്ടെ അല്ലായിരിക്കോട്ടെ, നമ്മൾ ഒന്ന് ഒരു ജ്യോതിഷയെ കണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കൂടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് ഇതിപ്പോൾ ഡിപ്രഷനിലെ ലെവലിലോട്ടൊക്കെ പോകുന്ന ഒരാളാണെങ്കിൽ ഇതാണ് എന്ന് മാത്രം കരുതിയിരിക്കരുത്. ആ തലത്തിൽ മരുന്നും മന്ത്രവും ഒന്നിച്ചു പോവുക എന്നുള്ളതാണ്.